കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3-ാം പതിപ്പിൽ ഈ വേദിയിൽ ജൻസി എന്ന വിഷയത്തെ ആസ്പദമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും ചിന്തകനുമായ ദാമോദർ പ്രസാദ് ഇവിടെ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൽ മോഡറേറ്ററായി വന്നിട്ടുള്ള അനൂപ് അനന്തൻ, മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ അനൂപ് അനന്തനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരുടെയും ഈ വേദിയിൽ സംവദിക്കുന്നതിനായി ഹാർദമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൻസി എന്ന ഒരു തലവാചകത്തിന് കീഴെയാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ ലോകമാകെ ചർച്ച ചെയ്തത് നേപ്പാൾ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിനൊരു പഠന വിഷയം എന്നുള്ള നിലയ്ക്ക് 1997 മുതൽ 2012 വരെ ഇന്ത്യയിൽ ജനിച്ചവരെയാണ് ജൻസി എന്ന ഗണത്തിൽപ്പെടുന്നത്. 2013 മുതൽ ആൽഫയും. നമ്മോട് ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ള ദാമോദർ പ്രസാദാണ്. അധ്യാപകനും ചിന്തകനും എഴുത്തുകാരനും എന്ന നിലയിൽ ഈ വിവിധ തലമുറകളെ കണ്ടുപോവുകയും മനുഷ്യജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് നിരീക്ഷിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയാനുള്ള ഒരു സുവർണാവസരമാണുള്ളത്. അതുകൊണ്ട് ജൻസി വിഷയത്തെക്കുറിച്ച് ആമുഖമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദരണീയനായ ദാമോദർ പ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. കേൾക്കാലോ അല്ലേ? കടത്തനാട് ലിറ്റററി ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിച്ച ഞാൻ ആദ്യം കൽപ്പറ്റ മാഷോടും അതിൻ്റെ സംഘാടകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ സുഹൃത്ത് അനൂപിനും ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. അപ്പോൾ ജൻസി എന്നുള്ള വിഷയത്തെക്കുറിച്ച് പൊതുവിൽ നമുക്കുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഈ സമീപകാലത്തെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലും ഈ പൊതുവിൽ ലോകത്തും ഈ ജൻസി എന്ന പ്രയോഗം ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇസഡ് എന്ന് പറയുന്നത് സി എന്നാണ്. അപ്പോൾ ശരിക്കും സി അല്ല, സി ആണ് അത്. അപ്പോൾ നമ്മൾ ഇസഡ് എന്ന് പഠിക്കുന്നതും സെഡ് എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് പഠിക്കുമ്പോൾ ഇസഡോ സെഡ് എന്നാണ് പറയുക. അത് ശരിക്കും സി എന്നാണ് അതിൻ്റെ അമേരിക്കൻ ഉച്ചാരണം എന്നുള്ളതുകൊണ്ടാണ് ജൻ സി എന്ന്. പക്ഷേ മലയാളത്തിൽ അത് ആൽഫബറ്റ് സി നിലയ്ക്കാണ് എഴുതുന്നത് പലപ്പോഴും. അപ്പോൾ അതല്ല അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു പക്ഷേ അതിനുള്ള കാരണമായിട്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏറ്റവും അവസാന ഒരു അക്ഷര നിലയ്ക്കാണ് അത് ജൻ സി എന്ന് വ്യവഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടുമുള്ള മില്ലീനിയൽ ജനറേഷൻ, അതുപോലെ തന്നെ ഇനി വരാൻ പോണ, അതായത് 2010 ശേഷം ജനിച്ച ജനറേഷൻ ആൽഫ, ഇനി വരാൻ പോണ ജനറേഷൻ, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് നോക്കിയാൽ കിട്ടാവുന്ന കാര്യമാണ്. ജനറേഷനുകളുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. പലതരം എന്താ പറയുക, ഇപ്പോൾ 70s ജനറേഷൻ അങ്ങനെയുള്ള. പ്രധാനമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം, നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്ന പ്രക്ഷോഭത്തിലാണ് അവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വം നടന്ന കലാപം എന്നല്ല, വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയമായ സമരം, അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാനുള്ള ഒരു പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് വിളിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനൊരു സംഘടന, അതായത് നമ്മൾ മനസ്സിലാക്കുന്നതിൽ സംഘടന നേതൃത്വമില്ല, അതേസമയം തന്നെ അതിനൊരു ആ നിലയിലൊരു നേതാക്കളും ഇല്ല. പക്ഷേ നമുക്കറിയാം അതിനെ കോർഡിനേറ്റ് ചെയ്ത് അതിനെ ഏകോപിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലാണ് ഈ അടുത്ത കാലത്ത് വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്ന ഈ പ്രക്ഷോഭങ്ങൾ പുതിയൊരു കാര്യമല്ല. 2010-11 നമ്മൾ ഈ പ്രക്ഷോഭത്തിൻ്റെ വേറൊരു സംരംഭം നമ്മൾ തഹ്രീർ സ്ക്വയറിലും ഒക്കെ കണ്ടതാണ്. അറബ് വസന്തത്തിൽ അത് ട്യൂണീഷ്യ മുതൽ ബഹ്റിൻ വരെ നീണ്ടു നിന്ന ഒരു മധ്യേഷ്യ മുഴുവൻ മാറ്റി തീർത്ത പ്രക്ഷോഭങ്ങളിലും ഈ യുവ സാന്നിധ്യം നമ്മൾ കണ്ടെന്നു. ഈ യുവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ പ്രത്യേകത നേടിയത്. ഒന്ന്, അതിന് ഞാൻ നേരെ സൂചിപ്പിച്ച സംഘടനാപരമായിട്ടുള്ള ചട്ടക്കൂടില്ലായ്മ, അതിനൊരു നീതമായ നേതൃത്വത്തിൻ്റെ അഭാവം,
3 ആധുനിക ഏറ്റവും പുതിയ സമകാലികമായ സാങ്കേതികവിദ്യകൾ, അതായത് സോഷ്യൽ മീഡിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഏകോപനമാണ് ഈ തഹ്രീർ സ്ക്വയറിലും പിന്നീട് പല സ്ഥലങ്ങളിലും. ഇന്ത്യയിലാണെങ്കിൽ അത് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അണ്ണാ ഹസാരയുടെ ആ സമരം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഈ തഹ്രീർ സ്ക്വയറിൽ നിന്ന് അറബ് വസന്തമായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ സമരത്തിന് ഏറെക്കുറെ ആസൂത്രിതമായിരുന്നു. അപ്പോൾ ഈ സമരങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നീട് 2018 നമ്മൾ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇന്ത്യയിലുണ്ടാവുന്നുണ്ട്. ആ പ്രക്ഷോഭം പൗരത്വ ഭേദഗതിയെ ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലും യുവാക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ആ യുവാക്കളുടെ സാന്നിധ്യ ഭാഗമായിട്ടാണ് ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അതിലും വലിയ തോതിൽ നമുക്കറിയാം ഒരുപാട് അവർക്കെല്ലാം മതപരമായ സ്വത്വം അതിൻ്റെ സവിശേഷതയായിട്ട് കാണാതിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ 2018 ഈ ഇന്ത്യയിൽ അത്തരമൊരു പ്രക്ഷോഭം നടന്നിരുന്നു. 2017, 18, 19 കാലത്തെ ഈ പ്രക്ഷോഭം, അതായത് കോവിഡിന് തൊട്ടുമുമ്പ് നടന്ന ഈ നമ്മുടെ യുവ പ്രക്ഷോഭം വലിയ തോതിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടതാണ്. ആ സമയത്ത് ഉപയോഗിക്കപ്പെട്ട ഒരു പ്രയോഗമാണ് യൂത്ത് ക്വേക്ക് എന്നാണ് വിളിച്ചത്. യുവത്വ കമ്പനം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ജെൻസി എന്നല്ല, യുവത്വ കമ്പനം. പക്ഷേ ഈ ജെൻസി തലമുറയെ തൊട്ടുമുമ്പത്തെ മില്ലീനിയൽ ജനറേഷനാണ്, അതായത് 2000-ൽ ജനിച്ച തലമുറയാണ് ആ സമരത്തിൽ നേതൃത്വം കൊടുത്തത്. 2000 തുടക്കത്തിലോ അല്ലെങ്കിൽ 90കളുടെ അവസാനത്തിലോ ജനിച്ച തലമുറയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഷർജിൽ ഇമാം ആണെങ്കിലും ഉമർ ഖാലിദിനെ പോലുള്ളവരാണെങ്കിലും പിന്നെ ഇതുപോലെ തന്നെ അതിന് മുമ്പാണ് ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ് പോലുള്ള പ്രക്ഷോഭങ്ങളിലും യുവാക്കളുടെ സാന്നിധ്യം നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യുവാക്കളുടെ പ്രക്ഷോഭം ജെൻസി എന്ന് പറയുന്ന ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും തലമുറകളായിട്ട് നമ്മൾ കാണുന്നൊരു പ്രത്യേകത എല്ലാ കാലത്തെയും തലമുറകളിലെ ആ കാലത്ത് യുവാക്കൾ, അതായത് 10, 20, 22, 25, 25 ആ 30 വയസ്സ് താഴെ 25 വയസ്സിനോടും ഒക്കെ അനുബന്ധമായിട്ട് ഈ ഒരു 18, 25 വയസ്സിനോ അല്ലെങ്കിൽ ഉള്ള തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പ്രക്ഷോഭം നയിച്ചിട്ടുള്ളത്. അത് 70കളിലെ സ്ട്രീറ്റ് പ്രക്ഷോഭം. ഇപ്പോൾ താരിഖ് അലിയുടെ പ്രധാന എന്താണ് സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഇയേഴ്സ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ബുക്കുണ്ട് താരിഖ് അലിയുടെ. 60s ആൻറ്റി വിയറ്റ്നാം വാറിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിൽ നടന്ന പ്രൊട്ടസ്റ്റുകളെ കുറിച്ചാണ്. എല്ലാം താരിഖ് അലിക്ക് 24 വയസ്സാണുള്ളത്. അപ്പോൾ അതും കാണാൻ പറ്റും. ഈ യുവത്വ കമ്പനം എന്ന പ്രയോഗം തന്നെ 60കളിലാണ് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന പ്രയോഗമാണ്. പിന്നീട് നമ്മളിത് കാണുന്നത്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞ് നമ്മൾ പിന്നോട്ട് നോക്കുന്ന സമയത്തും ഒരുപക്ഷെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലത്തും വലിയ തോതിലുള്ള ഇപ്പോൾ നെഹ്റുവൊക്കെ യുവാവായിരിക്കെ തന്നെയാണ് സമരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഒരുപാട് ആ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് ഭഗത് സിംഗ്, നമ്മുടെ വീരാരാധന നേടിയ പല ആൾക്കാരും യുവത്വത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് സമരം. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഓരോ ഘട്ടത്തിലും 80കളിലാണെങ്കിൽ ഇപ്പോൾ ഈ പരിസ്ഥിതി സമരമുഖത്തിലൊക്കെ തന്നെ നമുക്ക് കാണുന്ന സാധിക്കുന്ന ഈ പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. അതാണ് ഏതാണ്ട് ഈ പ്രായക്കാർ തന്നെയാണ്. അപ്പോൾ ഞാനിത് പറയുന്ന എല്ലാ കാലഘട്ടത്തെയും യുവാക്കളാണ് ഈ സമരം നയിച്ചിരുന്നുള്ളൊരു അതിലേക്ക് സമീകരിച്ചുകൊണ്ട് എല്ലാത്തിനും സവിശേഷതകളില്ല എന്നല്ല പറയാൻ ശ്രമിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെ പ്രത്യേകത ഉണ്ട്. പക്ഷേ എന്നാലും ചില പൊതുവായ ഘടകങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡ്രൈവിംഗ് ഫോഴ്സ് ഈ ഹിസ്റ്ററിയുടെ നമുക്ക് തോന്നിയാൽ ഒരുപക്ഷെ യുവാക്കളിലുള്ള, അപ്പോൾ നമ്മുടെ എഴുത്തിലും കാണാൻ പറ്റും. ഉദാഹരണത്തിന് അറിയാം, നമ്മളിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം അന്വേഷിച്ച് നമ്മൾ NBSൽ ഇന്നലെ പോയ സമയത്ത് അവിടെ പഴയൊരു പുസ്തകം അവിടെ ഇരിക്കുന്നത് കണ്ടു. വളരെ പഴയ പുസ്തകം. പഴയ പുസ്തകത്തിനെങ്കിൽ ഞാൻ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ പുസ്തകം കുറച്ച് പഴയതായിട്ടുണ്ട്. അതായത് 90കൾ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് നരേന്ദ്രപ്രസാദിൻ്റെ ഭാവുകത്വം മാറുന്നു. അപ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെ ഭാവുകത്വം മാറുന്നുകൊണ്ട് നിഷേധികളെ മനസ്സിലാക്കുക എന്നുള്ളതുണ്ട്. അങ്ങേരം പിന്നെ ആധുനിക മധ്യാനോ അപരാനോ ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഒരു തലമുറയുടെ ഒരു പ്രതികരണമായിരുന്നു. അതിനുള്ള സാഹിത്യത്തിൻ്റെ കാര്യം തിരസ്കാരമാണെങ്കിലും അപ്പോൾ തിരസ്കരിക്കുകയും പുതിയൊരു ഭാവത്തെ സൃഷ്ടിക്കാനുള്ള വലിയ തീവ്രമായ ശ്രമങ്ങൾ നമ്മളെപ്പോൾ എല്ലാ കാലഘട്ടത്തിലും 70കളിലും നമ്മൾ കാണുന്ന ആ കാലത്തുള്ള യുവാക്കളെക്കുറിച്ചാണ് നമ്മൾ ഇന്നും പലരും യുവാക്കൾ നിലയ്ക്കാണ് നമ്മൾ അവരെ കാണുകയും സമീപിക്കുകയും അവരെ നമ്മൾ സ്നേഹത്തോടെ ആദരിക്കുകയും ചെയ്യുന്നത്. അവർക്ക് യഥാർത്ഥത്തിലെ പ്രായം കൊണ്ടല്ല, അവരുടെ ആ യുവത്വത്തിൻ്റെ ആ ചെറുപ്പക്കാരനൊക്കെ അവർ പലരും നമ്മളിപ്പോഴും കാണുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ലിബിഡനൽ എനർജി, അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ലൈംഗികോർജ്ജം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയെന്ന് എനിക്കല്ല. പക്ഷേ അതൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ് ഹിസ്റ്ററിയിൽ. അത് നമ്മുടെ മറ്റെന്തിനേക്കാളും നമ്മൾ പലപ്പോഴും എന്താ പറയുക കാറ്റഗറൈസ് ചെയ്യുന്ന പല സാമ്പത്തിക ഘടകങ്ങളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ സാമ്പത്തിക ഘടകങ്ങളുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആവശ്യമുണ്ട്, അതുപോലെ തന്നെ വളരെ തോതിലുള്ള എന്താ പറയുക സാമ്പത്തിക പരാധീനതകൾ തുടങ്ങിയ ഘടകങ്ങളെല്ലാം ഈ നേപ്പാൾ തഹ്രീർ സ്ക്വയർ സമരത്തിലെല്ലാം കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കുന്നത് എല്ലാ സമൂഹത്തിലും എല്ലാ ആൾക്കാർക്കും ഇത് ബാധിക്കുമ്പോൾ തന്നെ ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗം എന്ന് വെച്ചാൽ യുവാക്കൾ വരുമ്പോൾ അവരത്തരം ലിബിഡൽ എനർജിയുടെ ഒരു എക്സ്പ്രഷൻ കൂടി കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഇനിയൊരു കാര്യം കൂടി ആമുഖമായി സൂചിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ എന്തുകൊണ്ട് ജൻസി പ്രക്ഷോഭം ഈ പഴയ യുവത്വ പ്രക്ഷോഭം എന്ന് വ്യത്യസ്തമാണോ? അത് വ്യത്യസ്തമാകുന്നൊരു ഒറ്റ കാര്യം, 1-2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തീർച്ചയായിട്ടും 2010 മുതൽ നമ്മുടെ പ്രക്ഷോഭങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ നവമാധ്യമത്തിൻ്റെ സാന്നിധ്യമാണ്. കാര്യം ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലും വാസ്തവം പറഞ്ഞാൽ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് നിയന്ത്രിത മാധ്യമങ്ങൾ തന്നെയാണതും. അതിലൂടെയുള്ള ഒരു ഏകോപനവും അതുപോലെ സംഘാടനവും ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയെ കാണാൻ പറ്റും. പക്ഷേ നേപ്പാളിൽ നടന്നത് ഇതിൻ്റെ നിഷേധത്തിൽ അതിൻ്റെ ഒരുപാട് സാമ്പത്തിക ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കപ്പെട്ടത് അതിനുള്ള ശക്തമായ പ്രതിഷേധം നിലയ്ക്കാണ് നേപ്പാളിലത് പൊട്ടിപ്പുറപ്പെട്ടത് ഈ പ്രക്ഷോഭം. അതായത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടെ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റാണ്, ഏകീകൃത യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത്, പ്രതിപക്ഷത്തിലും മാവോയിസ്റ്റുകളും, രാജവാഴ്ചയല്ല. അപ്പോൾ അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ് യുവാക്കൾ വലിയ തോതിൽ പങ്കെടുക്കുകയും അതിനൊരു കാരണമായിട്ട് അവർക്ക് ട്രിഗർ ചെയ്ത ഫോഴ്സ്, അതിനെ പെട്ടെന്ന് അതിനെ എന്താ പറയുക, ട്രിഗർ ചെയ്തത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ്. അപ്പോൾ നമ്മളിന്ന് കാണുന്ന പ്രധാനമായിട്ട് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലൊരു സമരം സമീപകാലത്ത് കണ്ടത്, അത് പെട്ടെന്ന് വലിയ ഇമ്പാക്റ്റ് ആ രീതിയിൽ ഹിന്ദു മാത്രം റിപ്പോർട്ട് ചെയ്തുള്ളത്. അത് ആരാവല്ലി അവിടുത്തെ വനപ്രദേശം കയ്യേറി ഖനനത്തിന് കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ സർക്കാരിൻ്റെ പുതിയ നടപടിക്കെതിരെ, നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിൽ വലിയ തോതിലുള്ള യുവാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾ വലിയ തോതിൽ പങ്കെടുക്കുകയും അവരൊക്കെ തന്നെ എന്താണ് അതിന് കാരണമാക്കി വെച്ചാൽ ഈ നേപ്പാൾ പ്രക്ഷോഭത്തിൻ്റെ മാതൃകയിൽ അതിന് സ്വഭാവം ഉണ്ടായിരുന്നു. കാര്യം അവർ ഇതിൻ്റെ രാഷ്ട്രീയം മറ്റു രീതിയിൽ ഉൾക്കൊള്ളുകയോ പുസ്തകം വായിച്ച് ഉൾക്കൊള്ളുകയോ മറ്റു രീതിയിലുള്ളതല്ല, ഈ സ്ക്രീനിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈമാണ് ഇവരുടെ ജീവിതത്തിൽ നിർണ്ണയിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്നതിനെയാണ് ഒരു വെർച്വൽ ഒരു റെസ്പോൺസിൻ്റെ അകത്തുണ്ട്, സ്ക്രീനിൽ നിന്നാണ് അവർ ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇത് ആരാവല്ലി സമരത്തിൽ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ആകണമെന്നില്ല പൗരത്വ ഭേദ പ്രക്ഷോഭത്തിൻ്റെ അകത്തൊരു ദൈഷ്ണികമായിട്ടുള്ള ഒരു അന്വേഷണാത്മക പല ദൈഷ്ണികമായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള സംഘാടനത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായ പ്രൊട്ടസ്റ്റാണ് ഈ ആരാവല്ലി, അത് അപ്പോൾ തന്നെ ഇല്ലാതായിപ്പോയി. ഇതേപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്ന പ്രൊട്ടസ്റ്റ് നടന്നത്. അതായത് ലഡാക്കായി വന്ന് വാങ്ചുക്കിൻ്റെ പ്രക്ഷോഭം, അവിടെ അത് നയിച്ചത് വാങ്ചുക്കാണ്, അയാൾ ജൻസി തലമുറ. പക്ഷേ അവിടെ ഒരുപാട് ചെറുപ്പക്കാരെ ലഡാക്കിൻ്റെ സ്വയംഭരണാവകാശത്തിന് വേണ്ടി നടത്തിയ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചെന്നും അത് ഏകോപിപ്പിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണെന്നുള്ളതാണ് വാങ്ചുക്കിനെ ജയിലിലടയ്ക്കാനുള്ള കാരണമായിട്ടും ഇന്നും സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറയുന്നൊരു കാര്യം, അത് നേപ്പാൾ പ്രക്ഷോഭത്തെ അത് ആ മാതൃകയിലാണ് സമരം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് കാണുന്ന ജൻസി പ്രക്ഷോഭത്തിൻ്റെ പ്രത്യേകിച്ച് സ്ക്രീനിൻ്റെ അകത്തൊരു രാഷ്ട്രീയം, സ്ക്രീൻ സമയം അവരെ പ്രധാനപ്പെട്ടൊരു ഘടകമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു തൊട്ടുമുമ്പത്തുള്ള പ്രക്ഷോഭങ്ങൾ എല്ലാ തലമുറകളും പങ്കെടുത്തു എന്ന് പറഞ്ഞ സമയത്തും ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് കാണാൻ പറ്റും. എത്രമാത്രം ആസൂത്രിതമായിരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. പക്ഷേ അതായത് ഇമ്മീഡിയറ്റായി ട്രിഗർ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും എല്ലാ പ്രക്ഷോഭങ്ങൾക്കും. അതിപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിനാണെങ്കിലും ഒക്ടോബർ വിപ്ലവത്തിനാണെങ്കിലും ഒക്കെ തന്നെ ചൈനീസ് വിപ്ലവം ഒഴിച്ച് എല്ലാത്തിനും ചൈനീസ് വിപ്ലവം അങ്ങനത്തെ വിപ്ലവമല്ലല്ലോ, ദീർഘകാലത്തിലൂടെ പദ്ധതിയിലാണ് മാവോ ചൈന പിടിക്കുന്നത്. അപ്പോൾ അത് ബാക്കിയെല്ലാം ട്രിഗറിങ് ഫോഴ്സ് എന്തെങ്കിലും സമൂഹത്തിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 60കളിലെ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണെങ്കിൽ ആൻറ്റി വിയറ്റ്നാം ആണെങ്കിലും 70കളിലെ അത് പുതിയ റാഡിക്കൽ ലെഫ്റ്റ് മൂവ്മെൻ്റ് ആണെങ്കിലും പിന്നീടുണ്ടായ പല പുതിയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ കാണുന്നത് നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഒരു മൊബിലൈസേഷന് ഈ സംഘടനാ രൂപവും നേതൃത്വവും ഇല്ലെങ്കിലും ഒരു ബ്ലൂ പ്രിൻ്റ് അതിൻ്റെ അകത്തുണ്ട്. ഒരു രാഷ്ട്രീയ വിമർശനം നിലനിൽക്കുന്ന ഏകാധിപത്യ വ്യവസ്ഥയോട്, സാമ്പത്തികമായിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തോട്, സാമ്പത്തിക അസമത്വത്തോട്, അത് സൃഷ്ടിച്ച സാമ്പത്തിക അസ്ഥിരതയോട്, ജീവിതത്തിൻ്റെ പരാധീനതയോടുള്ള പ്രക്ഷോഭത്തെക്കുറിച്ച് വരുമ്പോൾ ഒരു നല്ല ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി അതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ ചെതറി നിൽക്കുന്നയോ ഉണ്ട്. അത് നമ്മൾ 70കളുടെ റാഡിക്കൽ ലെഫ്റ്റ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ 2000-ന് ശേഷം ഇപ്പോൾ കാണുന്ന ജൻസി പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചോളം അത്തരമൊരു രാഷ്ട്രീയ പദ്ധതിയുടെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയമായ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതല്ല. അതൊരു പ്രക്ഷോഭത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ അകത്തൊരു ഇമ്മീഡിയസി എന്നുള്ളത് ഭയങ്കര ഫാക്ടറാണ്. ഇമ്മീഡിയറ്റാണ് അതിൻ്റെ റിയാക്ഷൻസ്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം സുസ്ഥിരമായി നിലനിൽക്കാൻ സാധിക്കും, അതിന് മറ്റു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴും പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യം എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ ചോദ്യമായിരിക്കാം. കാര്യം ആ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ പരിശീലിക്കപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട്, അതായത് സുസ്ഥിരമായൊരു രാഷ്ട്രീയത്തെക്കുറിച്ച്, പുതിയ ഭാവിയെക്കുറിച്ച്, ഭാവിയുടെ സ്വഭാവത്തെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു സവിശേഷമായൊരു കാഴ്ചപ്പാടിൻ്റെ
രൂപത്തിലാണ് ഞാനിത് കാണുന്നതുകൊണ്ടാണ്. അത്തരമൊരു കാഴ്ചപ്പാട് ഇന്ന് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണമെന്നില്ല. ആ തലമുറ അതിന് വിടുതൽ നേടിക്കഴിഞ്ഞു. പ്രധാനമായിട്ട് കാര്യിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ജൻസി തലമുറയെ സംബന്ധിച്ചോളം ഈ പുതിയ ജൻസി തലമുറയ്ക്ക് നമ്മളുടെ ഒരു വലിയ തോതിലൊരു വിജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടുമുഴപ്പം ഉമ്മർക്കാരി ഇതൊക്കെ നടത്തിയ സമയം ഇവർ ഈ തലമുറയ്ക്ക് പോലും ഒരു ഇൻ്റർനെറ്റ് പൂർവ്വ ഒരു സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സവിശേഷമായ അനുഭവങ്ങളുണ്ട്. ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ജൻസി തലമുറയും ഇനി വരാൻ പോണ ആൽഫ തലമുറയ്ക്കും അത്തരമൊരു ഇടത്തെക്കുറിച്ചോ അത്തരമൊരു ജീവിതാനുഭവത്തെക്കുറിച്ചുള്ള വളരെ താരതമ്യമായിട്ടൊന്നും ദുർബലമല്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവരുടെ അനുഭവങ്ങൾ മുഴുവൻ സ്വായത്താവുന്നത് ഈ സ്ക്രീൻ സ്പേസിലുമാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലാറ്റായ സാധനമാണ്. അതിനകത്ത് നടക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ 2022 വരെ നമുക്ക് വെർച്വൽ ലോകം വെർച്വൽ തന്നെയായി നമ്മൾ ഉൾക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് വെർച്വലും റിയലും തമ്മിൽ ഭേദിക്കുന്ന വിധത്തിലെ ഒരുപാട് ഇമേജിലെ ഡീപ് ഫേക്ക്, അഗാധ വ്യാജത്തിൻ്റെയും എയുടെയും കടന്നു വരുന്നതോടെ ആ ഒരു കൾച്ചറിൻ്റെ സ്വഭാവം തന്നെ മാറി. നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഉള്ളടക്കത്തിൻ്റെ നമ്മൾ വിനിമയം ചെയ്യുന്ന ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം മാറി. അത് ദൃശ്യത്തിൻ്റെ ആയിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, എല്ലാം തന്നെ സിനിമയായിക്കോട്ടെ, അതിൻ്റെയൊക്കെ തന്നെ ഒരു വിനിമയ രീതികൾ മാറി. അതിൻ്റെ നിർമ്മാണ രീതികൾ മാറി, അത് ഉപയോഗിക്കുന്ന രീതികൾ മാറി, അത് ഉപഭോഗം ചെയ്യുന്ന രീതികൾ മാറി. അപ്പോൾ ആ ഒരു തലമുറയാണ് ഈ സമരം നയിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെയൊക്കെ ചില പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ തോന്നൽ. ജൻസിയെക്കുറിച്ച് പൊതുവിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയാറ് പ്രായം ചെന്നവർ തന്തവൈബും, നമ്മളെയൊക്കെ പുതിയ കുട്ടികൾ വിളിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഈ കാഴ്ചയുടെ ലോകത്തൊന്നും അവരെടുക്കുന്ന ഉടൻ തീരുമാനങ്ങൾ അനുഭവത്തിൻ്റെ കരുത്തില്ലാത്തതാണെന്നൊക്കെ നമ്മളങ്ങ് വിധി എഴുതുന്നുണ്ട്. അങ്ങനെ ജൻസി എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണോ, അല്ലെങ്കിൽ പഴയ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭഗത് സിംഗിൻ്റെ ഒക്കെ കാലഘട്ടത്തെ പോലെ പുതിയ സമരത്തെ രൂപീകരിക്കാൻ പുതിയ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്തെ അല്ലെങ്കിൽ അതിൻ്റെ അവസരത്തെ ഉപയോഗപ്പെടുത്തണോ? അവർക്കും ഒരു രാഷ്ട്രീയ കരുത്ത് നാളെയുടെ ഒരു പ്രതീക്ഷയായി നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഭഗത് സിംഗ് നേരിട്ട് ഇന്നത്തെ ഒരു ജൻസി പ്രക്ഷോഭത്തിലേക്ക് ഒരു നേർരേഖ വരയ്ക്കല്ല. ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ പുതിയ സമരമുകൾ തുറക്കുന്നതിൽ പല സാമ്പത്തിക ഘടകങ്ങളും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രത്യയശാസ്ത്രങ്ങൾക്കും ആശയങ്ങൾക്കും സുപ്രധാന ഘടകമുണ്ട്. ഒപ്പം തന്നെ ഈക്വലി പ്രാധാന്യമുള്ളൊരു ഘടകമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇടക്കാലത്ത് മധ്യവർഗം ഒരു രാഷ്ട്രീയ ചാലകശക്തിയാണെന്ന് പലരും വിലയിരുത്തുന്നു, പ്രത്യേക കെ വേണുവിനെ പോലെ ആൾക്കാരൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഉപരിയായതുകൊണ്ട് ഈ യുവത്വം ഒരു വലിയ ചാലകശക്തിയാണ്. അതിന് പ്രധാനമായിട്ട് ഈ ലിബിഡിനൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അതിനെ വളരെ അത് മലയാളത്തിൽ ഉപയോഗിച്ചാൽ ലൈംഗികോർജ്ജം നയിക്കായിരിക്കും എന്ന പ്രയോഗം എനിക്കിത് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു വസ്തുതയുണ്ട്. കാര്യം അത് സൃഷ്ടിക്കുന്ന ആ ഒരു വിപ്ലവത്തിനോടും വിധ്വംസകതയോടും എതിർപ്പിനോടൊക്കെ അതൊരു ത്വരിത ശക്തിയാക്കി മാറ്റുന്നു, അതിനെ ഒരു തരത്തിലൊരു ഫോഴ്സാക്കി മാറ്റുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ ചോദിക്കുന്നതാണ്, ഇപ്പോൾ നമ്മൾ ലിറ്ററി ഫെസ്റ്റിവൽ എടുക്കുക, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ജൻസിയല്ല, അനൂപ് ജൻസിയല്ല, കേൾക്കുന്നവർ ബഹുഭൂരിപക്ഷം ജൻസി എത്രയുണ്ട് മൂലം ബഹുഭൂരിപക്ഷം പേര് ജൻസിയല്ല. ലിറ്ററി ഫെസ്റ്റിവലാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണ്, നിലവിലെ കക്ഷി രാഷ്ട്രീയ സമ്പ്രദായങ്ങളും പാർലമെൻ്ററി സംവിധാനങ്ങളും നിലവിലുള്ള നമ്മുടെ സാമൂഹിക എല്ലാ ഘടനകളും, അത് ലിറ്ററി ഫെസ്റ്റ് മുതൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പാർലമെൻറ്റ് മുതൽ നമ്മുടെ സംവാദങ്ങൾ, നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ, നമ്മുടെ ബഹുജന മാധ്യമങ്ങൾ എല്ലാം തന്നെ അടിസ്ഥാനമായിട്ട് ഒരു 40 വയസ്സുകാരൻ്റെ മാധ്യമങ്ങളാണ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ആസ്വദിക്കാനും ആഗ്രഹിക്കാനും പങ്കെടുക്കാനും സന്തോഷിക്കാനുമുള്ള വേദികളാണ് ഇതൊക്കെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ. ഈ മാധ്യമങ്ങളൊന്നും ഒരു ജൻസി സാന്നിധ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ വലിയ തോതിൽ ഇതിനൊക്കെ പിൻവാങ്ങിക്കഴിഞ്ഞു. ആ പിൻവാങ്ങൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു തലമുറയാണ് സത്യത്തിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ വിളിക്കുന്ന എല്ലാ ആൾക്കാരും. അപ്പോൾ എന്തുകൊണ്ടാണ് പിൻവാങ്ങലിൻ്റെ കാര്യം? പക്ഷേ പിൻവാങ്ങലിൻ്റെ കാര്യം വീട്ടിൽ നിന്നാണോ പിൻവാങ്ങുന്നത്, കുടുംബത്തിനാണോ, കുടുംബത്തിൻ്റെ നിയതമായ സങ്കല്പങ്ങളിൽ നിന്ന് പിൻവാങ്ങാണോ, അതോ നമ്മുടെ വിശ്വാസം ഇത്രയും കാലം നമ്മൾ വളരെ എത്ര തലമുറകൾ മാറിയാലും വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന കരുതി വെച്ചിരുന്ന വിശ്വാസ ഘടനകളിൽ നിന്ന് അവർ പിന്മാറുകയാണോ? ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം ഇത് ലിറ്ററി ഫെസ്റ്റിവൽ എടുത്തു പറയാം. ലിറ്ററി ഫെസ്റ്റിവൽ ഈ ജൻസിയുടെ സാന്നിധ്യം എത്രയുണ്ട്, എത്ര ജൻസി സാന്നിധ്യം ഉണ്ട്? നമ്മുടെ കേരളത്തിൽ അനേകം ലിറ്ററി ഫെസ്റ്റിവലുണ്ട്. ഒരു മിമിക്രി പോലെ ലിറ്ററി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് കേരളത്തിൽ. എത്ര ലിറ്ററി ഫെസ്റ്റിവൽ ജൻസിയുടെ സാന്നിധ്യം? ഒരു സാന്നിധ്യമില്ല. അവർ ലിറ്ററി ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ഒരു ആഘോഷിക്കാനാണ് ലിറ്ററി ഫെസ്റ്റിവൽ പല യുവതലമുറ കടന്നത്. അതായത് ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഡിഗ്രി PG പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം ഫെസ്റ്റിവലുകളിൽ കടന്നു വരുന്ന അവരെ സംബന്ധിച്ചൊരു കാർണിവൽ മൂഡിലാണ് ആഘോഷം. അല്ലാണ്ട് സംവാദത്തിൽ പങ്കെടുക്കുക, സംവാദത്തെ കുറച്ചും കൂടി സമ്പുഷ്ടീകരിക്കുക എന്നുള്ള യാതൊരു രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. പക്ഷേ അവരുടെ ഈ പങ്കെടുക്കലിൽ അവരുടെ വരവിൽ അവർ ഉൾക്കൊള്ളലൊക്കെ തന്നെ പലതരത്തിലുള്ള നമ്മൾ മുമ്പ് കണ്ടിരുന്ന, ഇന്നലെ സക്കറിയോടെ തന്നെ സംസാരിച്ച പത്രത്തിൽ കണ്ട പല അതിർവരമ്പുകളും മായ്ച്ചു കളയുണ്ടാവാം. പല അതിർവരമ്പുകളും മുമ്പുണ്ടായിരുന്ന പല അതിർവരമ്പുകളും മായ്ക്കുന്ന ഒരു വിപ്ലവകരമായ പ്രവർത്തനം നടന്നു. പക്ഷേ നമ്മുടെ നിലവിലുള്ള ഘടനകളെല്ലാം തന്നെ
ആ ഘടനകളെല്ലാം തന്നെ ജെൻസി പുതിയ തലമുറയ്ക്ക് ഏതോ തരത്തിൽ അവരകറ്റുന്നു, അവരന്യവൽക്കരിക്കുന്നു, അവർക്ക് വിരക്തി തോന്നുകയാണ്. ഒരു സംശയം വേണ്ട, നമ്മുടെ കക്ഷി രാഷ്ട്രീയം ഇനി അതിൽ പുതിയ തലമുറ ഉണ്ടെങ്കിൽ, ഈ പുതിയ തലമുറ പുതിയ കക്ഷി രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ആ തലമുറ അനുകരിക്കുന്ന അവരെ തൊട്ടുമുള്ള തലമുറയാണ്. പിണറായി വിജയൻ അനുകരിക്കുന്ന തലമുറയാണ് ഇന്ന് നമ്മുടെ SFIയിലുള്ളത്, അല്ലെങ്കിൽ KSUയിലുള്ളത് മറ്റേ തൊട്ടുമുള്ള തലമുറ അനുകരിക്കുക രമേശ് ചെന്നിത്തലേനോ അല്ലെങ്കിൽ നമ്മുടെ VD സതീശനും അനുകരിക്കുന്ന തലമുറയാണുള്ളത്. അല്ലാണ്ട് പുതിയൊരു ജൻസി അനുഭവം തന്നെ ഈ തലമുറയ്ക്കുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ മുമ്പുള്ള കാലഘട്ടത്തിൽ. കാര്യം ഈ 70-ൽ എടുത്തു പറയുകയാണെങ്കിൽ അന്ന് തലമുറ മാറ്റം രാഷ്ട്രീയ പാർട്ടികളിലും നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ ഭാവുകത്തിലെല്ലാം തന്നെ വലിയൊരു അട്ടിമറി നടത്താനും മാറ്റം ഇന്ന് അവിടെ സാധിക്കുന്നു. ഇന്ന് ഈ 40 വയസ്സുള്ളവരുടെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ് എല്ലാ സാധനം. ഇവർ പിടിവിടാതെ അങ്ങനെ അടക്കി പിടിച്ചു വെച്ചിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് വലിയൊരു അന്യവൽക്കരണം നടക്കണം. ആ അന്യവൽക്കരണം പക്ഷേ ലഹരിയിലേക്ക് ആൾക്കാർ വഴിതിരിച്ചുകൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള വിധ്വംസകതയിലേക്ക് തിരിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലാത്ത അരാജകത്തിലേക്ക് മാറണം. പക്ഷേ ആദ്യം പിടിവിടേണ്ടത് ഈ 40 വയസ്സിന് മേലുള്ള തലമുറയുടെ ഈ നമ്മുടെ ഘടനകളുടെ പുറത്തുള്ള അനാവശ്യവും ഈ നിയന്ത്രണമാണ്. ആ നിയന്ത്രണം ഈ വലിയ തലമുറയെ അന്യവൽക്കരിക്കേണ്ട കാര്യം അവരായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കോപ്പും ഈ തലമുറയ്ക്ക് ഇല്ല താനും. ഇതിൻ്റെ ഇടയിൽ ശരിക്കും ഓർക്കേണ്ട ഒരു പേരാണ് വേടൻ്റേതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ലിറ്റററി ഫെസ്റ്റിനുമൊക്കെ 40 വയസ്സിന് മുകളിലോ ഉള്ള ആളുകളാണുള്ളത്. ഒരിക്കലും ജെൻസിയോ ആൽഫയോ ഈ പ്രദേശത്തില്ല. എന്നാൽ വേടനൊരു വലിയ തരംഗമായി മാറുന്നുണ്ട്. എന്തുകൊണ്ട് വേടനെ ഉൾക്കൊള്ളാൻ 40 മുകളിലുള്ളവർക്ക് പറ്റാത്തത്? വേടനെ നമുക്ക് പ്രത്യേക രീതിയിൽ കാണണം. വേടൻ ഒരു പുതിയ വിസിബിലിറ്റിയാണ്. വേടൻ വിസിബിലിറ്റി കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ ഒരു 90-കൾക്ക് ശേഷം നമ്മൾ കാണുന്ന അംബേദ്കറേറ്റ് പ്രസ്ഥാനം, കീഴാള പ്രസ്ഥാനങ്ങൾ വലിയ വിസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാം. പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നിലയ്ക്ക് ആദിവാസി ഗോത്ര മഹാസഭയുടെ പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പുതിയ നമ്മുടെ പല വിസിബിലിറ്റികളാണ് പലതരം അപരവിദ്വേഷത്തിന് കാരണമായി മാറുന്നത്. കാര്യം 80-കൾക്ക് ശേഷം കേരള സമൂഹത്തിനുള്ള വലിയ വിസിബിലിറ്റികളുണ്ട്. മുസ്ലിം സമൂഹം വ്യാപകമായ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിസിബിളാവുന്നത് 80-കൾക്ക് ശേഷമാണ്. ആ 80 വിസിബിലിറ്റി ഇന്ന് വളരെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയും അതൊക്കെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അപരവിദ്വേഷത്തിന് പലപ്പോഴും കാരണമാവുന്നൊരു ഒരു സവിശേഷത നമുക്ക് കാണാൻ പറ്റും. എന്തിനോട് അപരവിദ്വേഷം ആവുമെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സാമൂഹിക ഒരു അധികാരത്തിൻ്റെ ഇതുവരെ നിലനിൽക്കുന്ന സാമൂഹിക ഘടന ഏതൊക്കെയോ നിലയ്ക്ക് അത് ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് അപരവിദ്വേഷം അവിടെ നിന്നാണ് ജനിക്കുന്നത്. അപരവിദ്വേഷം ജനിക്കുന്ന ആ അധികാരഘടന അത് ഏതൊക്കെയോ നിലയ്ക്ക് ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണെങ്കിലും ഒരു ഐക്യം ഈ അംബേദ്കറേറ്റ് മൂവ്മെൻറ്റുകളുടെ 80-ന് ശേഷം വരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ഇതിനൊക്കെ പുറത്തൊരു ഐക്യം നമ്മളെല്ലാം കാണുന്ന ഈ വേടനെ പോലുള്ളവരുടെ തലമുറയോട് കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. ആ വേടൻ്റെ അംബേദ്കറേറ്റ് കീഴാള ഒരു ഇത് മാത്രമല്ല, ആ സംഗീതധാര തന്നെ റാപ്പിൻ്റെ സംഗീതം അതിന് സൃഷ്ടിക്കുന്ന വലിയ തരംഗം തന്നെ ഒരുപക്ഷെ നമ്മൾ 2 തരം സമീപനം വേടനോട് കാണാൻ പറ്റും. ഒന്ന്, വേടനോട് ഈ പഴയ ഈ വിദ്വേഷജനകമായിട്ടുള്ള ഒരു നിലനിൽക്കുന്ന അധികാരത്തിലെ ഏതൊക്കെ ഞാൻ പറഞ്ഞത് കാലങ്ങളായിട്ട് ഈ പ്രാമാണികതയിൽ നിലനിൽക്കുന്ന ഒരു വർഗത്തിൻ്റെ വലിയ തോതിലുള്ള അസ്വസ്ഥയും ഒരു ഭീഷണി നേരിടുന്നുണ്ട് ആ ഗാനത്തിൻ്റെ കഥ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ കേരളത്തിൽ റാപ്പ് സംഗീതം പുതിയ കാര്യമൊന്നുമല്ല. മൈക്കിൾ ജാക്സൺ മുതൽ റാപ്പ് സംഗീതം കേരളത്തിൽ പല ആൾക്കാരും കേട്ടതാണ്. ഇതിലും നമ്മുടെ ജാസി ഗിഫ്റ്റിനെ പോലുള്ളവരുടെ വേറെ ഇതിലെ പാട്ട്. പക്ഷേ എന്തുകൊണ്ട് വേടൻ വേടൻ്റെ പ്രയോഗങ്ങൾ, വേടൻ്റെ കവിതയാണ് റാപ്പിനേക്കാൾ ഉപരിയായിട്ട് സൃഷ്ടിക്കുന്ന ഒരു വലിയ തോതിലുള്ള ഒരു അസ്വസ്ഥ. ഒപ്പം വേറൊരു കാര്യം കൂടി നടക്കുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാര്യം ഈ 40 വയസ്സുള്ള ഈ ഒരു തലമുറ, ഇപ്പം എൻ്റെ തലമുറയൊക്കെ തന്നെ വേടനെ സ്വീകരിക്കണേ, വേടനെ പരമാവധി അപ്രോപ്രിയേറ്റ് ശ്രമിക്കണം. വേടൻ നമുക്കൊരു ത്രെട്ടാവരുത് എന്നൊരു ഇതുണ്ട്. വേടൻ നമുക്ക് എങ്ങനെ ഭീഷണി ആവരുന്നൊരു ഭയപ്പാടും ഈ വേടനെ ഉൾക്കൊള്ളുന്ന കാര്യം. വേടനെക്കുറിച്ച് എഴുതിയ നിങ്ങൾ 50 വയസ്സ് മേലുള്ള ആൾക്കാർ പല ആൾക്കാർ വേടനെ സമീപിക്കുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റുന്ന കാര്യം. ഒരു ഞാനത് ഇൻക്ലൂസിവിറ്റി നല്ല കാര്യം ഉൾക്കൊള്ളല, ഒരു ഭയപ്പാടോടെ അപ്രോപ്രിയേറ്റ് ശ്രമമുണ്ട്. അതൊരു പക്ഷേ വേടൻ സൃഷ്ടിക്കുന്ന ഒരു തരംഗം എന്ന് പറയുന്നത് അത് നമ്മുടെ നിലവിലുള്ള നിയതമായ രാഷ്ട്രീയ സാമൂഹിക ഘടനകളുടെ അപ്രമാദിത്വം മാത്രമല്ല, അത് പല നമ്മുടെ തലമുറകൾ തമ്മിലുള്ള ഈ വിശ്വാസത്തിൻ്റെ ധാരണകളെയും വേടൻ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരുപക്ഷെ എന്താ പറയുക, വേടൻ തന്നെ ഒരു ഐക്കണായി നാളെ മാറി വേടൻ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറാം. അതൊക്കെ ലോകം സംഭവിക്കുന്ന കാര്യമാണ്. അത് എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറാം. ഇതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയൻ ഒരു രീതിയിൽ മാറാം. പക്ഷേ നമുക്ക് എപ്പോഴും ഈ സ്പെക്കുലേറ്റീവായിട്ടുള്ള ഫിക്ഷൻ സാധ്യമാണ്. സോഷ്യൽ സയൻസ് സ്പെക്കുലേഷൻ കൊണ്ടുവന്നത് RSകാരുടെ രീതിയാണ്. അതുകൊണ്ട് സോഷ്യൽ സയൻസ് സ്പെക്കുലേഷൻ ഞാൻ അത്ര സ്വീകരിക്കും. നമുക്ക് നിലവിലുള്ള ഘടനയ്ക്കകത്ത് എങ്ങനെ സൂക്ഷ്മമായിട്ട് അധികാരത്തിൻ്റെ ബലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു മാത്രമൊക്കെയാണ് ഇത് പറയുന്നത്. ഈ പാരമ്പര്യം എപ്പോഴും മുതിർന്നവർ ഒരു ശരിയായ വഴികളിലും പുതിയ തലമുറ ഒരു തെറ്റായ വഴികളിലും സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു അബദ്ധധാരണ എപ്പോഴുണ്ട്. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബാലചന്ദ്ര ചുള്ളിക്കാടിനെ വല്ലാതെ കണ്ട് പിന്തുടർന്നിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ കലാകൗമുദിയിൽ ബാലചന്ദ്രനോട് ചോദിക്കാനുള്ള
കത്തയച്ച് പ്രതികരണം തേടിയിരുന്നു. അന്നൊരു ചോദ്യത്തിന് ബാലചന്ദ്രൻ കൊടുത്തൊരു മറുപടി, ഞാൻ അങ്ങേ കവിയെ പിന്തുടരുന്നു എന്നൊരാൾ ചോദിച്ചപ്പോൾ എന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുണ്ടുപൊക്കി കാണിക്കുകയാണ്, ഞാൻ എൻ്റെ മുൻ തലമുറയെ ധിക്കരിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പാരമ്പര്യം എപ്പോഴും പുതിയ തലമുറ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? അത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത് ഏത് കാലഘട്ടത്തിലായാലും? ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ വീടുകളിൽ നിന്നുള്ള അനുഭവം, അത് ഒരു വരി കൂടി പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ വീടുകളിലും ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കടമനിട്ടയുടെയൊക്കെ കവിത അതിരാവിലെ വെക്കും. അച്ഛൻ ചോദിക്കും വേറൊന്നും വെക്കാനില്ലേ എന്ന്. കടിഞ്ഞൂൽപ്പൊട്ടൻ എന്ന കവിതയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. രാവിലെ 5:30 ഉള്ള റെക്കോർഡിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കാനില്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കാലം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കൂടിയാണ് എന്ന് തോന്നുന്നു. അതല്ല, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ തലമുറ അന്തരം എന്നുള്ളതൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഈ പുതിയ നമ്മുടെ പാരമ്പര്യ വിരുദ്ധമായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പാരമ്പര്യ നിഷേധം, പാരമ്പര്യ വിരുദ്ധത തുടങ്ങി നമ്മുടെ എല്ലാ തലമുറകളും അത് കാണിക്കും. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അവരത് പാരമ്പര്യ നിഷേധം പോലുമല്ല, അങ്ങനെ സാധനം എക്സിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ എന്തുണ്ടാവും? ഈ പാരമ്പര്യം നിഷേധിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, ഈ പാരമ്പര്യത്തിന് സ്പേസ് കിട്ടും. അതിൻ്റെ അകത്ത് നിഷേധമായിട്ട് പാരമ്പര്യത്തിന് നിൽക്കാം. എനിക്ക് തോന്നുന്നു പുതിയ തലമുറയുടെ ഏറ്റവും കണ്ടംപററി സമകാലികമായ തലമുറ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ വയലാറിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് വളരെ, ഞാൻ പറഞ്ഞു വയലാർ ഇപ്പോൾ ഈ 50 വർഷം വയലാറിൻ്റെ പാട്ടുകൾ അവർ പാടുന്നുണ്ടാവും. അവർക്കതിനൊരു പ്രത്യേകിച്ച് അതിനോട് നിഷേധാത്മക സമയമൊന്നും അതില്ല. അപ്പോൾ ആ തിരസ്കാരം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയെന്നൊക്കെ വളരെ സൂക്ഷ്മ തിരസ്കാരമാണ്. അതിന് ഒരു തരത്തിലുള്ള സഹിഷ്ണുത ഏറെ തലത്തിലുണ്ട്. ആ പാരമ്പര്യം വിളിക്കുന്ന സാധനം വേറെ ഒരുപാട് എത്രയോ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ കാണാൻ പറ്റും. 10-17 വയസ്സുള്ള പിള്ളേർ, അവർ പഴയ പാട്ടുകൾ, പി ഭാസ്കറിൻ്റെ പാട്ടൊക്കെ മനോഹരമായി പാടുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗാനശാഖകൾ, കവിതകളൊക്കെ അവർ പാടുന്നത് കേൾക്കാം. അപ്പോൾ ആ നിഷേധത്തിൻ്റെ ഒരു പ്രവണത പോലും കാണിക്കണമെന്ന് തോന്നാത്ത വിധത്തിൽ നിങ്ങൾക്ക് അതിനും സ്പേസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്തോ, ഞങ്ങളിങ്ങനെ ആയിരിക്കും, അതും ചെയ്യണോ എന്ന തരത്തിലൊരു വേറെ ഒരു ഉൾക്കൊള്ളൽ ഏതോ നിലയ്ക്കൊരു, ഞാനിത് വൈബ് എന്ന് പറയുമോ, അവരെ എന്താ പറയുക, ഇതൊരു അപ്രോപ്രിയേഷനാണ് ഞാനും നടത്തുന്നത്. സത്യം പറയുകയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാനുള്ള എല്ലാ വീടിൻ്റെ അകത്തും ഈ സംഘർഷം നിൽക്കുന്നുണ്ട്. ആ സംഘർഷം എന്ന് പറഞ്ഞാൽ പണ്ടൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, പണ്ട് കേരളത്തിൻ്റെ സാംസ്കാരികത്തെ നോക്കുകയാണെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഏത് നിലയ്ക്കാണ്, നായന്മാരുടെ മാത്രമല്ല കേരളത്തിലെ ഈ കുടുംബ വ്യവസ്ഥയിലുണ്ടായ വല്ല സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങൾ 90കളിലൂടെ വരുന്ന സമയത്ത് ആ ജനറേഷൻ, ആ തലമുറ, ഇപ്പോൾ 80, 70, 80, 90കളിലെ തലമുറയ്ക്ക് തന്നെ അവരുടെ അച്ഛനമ്മമാരായിട്ടുള്ള വലിയ വിയോജിപ്പുകളുണ്ടായിരുന്നു. കാര്യം അവർ ഉൾക്കൊണ്ടൊരു ജനറേഷൻ്റെ ഒരു സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ അവരനുഭവിച്ചു വന്ന തലമുറ. അത് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക ഒരു സവർണ്ണ വിവാഹത്തിന് മാത്രമല്ല, ഇത് അക്രോസ് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. അപ്പോൾ ഇതുണ്ടായിരുന്നു അതിൻ്റെ അകത്തൊരു നിഷേധം. അപ്പോൾ എന്താ പറയുക, തീന്മേശയിൽ നിന്നാണ് കലാപം ആരംഭിക്കുക എന്ന് പറയുന്നത്. തീന്മേശയിലെ കലാപം എല്ലാ വീടുകളിലും, എൻ്റെ വീട്ടിലും ഞാനും അതിൻ്റെയൊക്കെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ ഈ 80-70കൾക്ക് ശേഷമുള്ള തന്തമാർ, പ്രത്യേകിച്ച് തന്തമാർ, 90കളിൽ എന്നെ പോലെ 90കളുടെ ഒരു സൃഷ്ടി എന്ന് പറയാം, 90കളിൽ എൻ്റെ ക്യാമ്പസ് ജീവിതം. അപ്പോൾ ഈ തന്തമാർ പോസ്റ്റ്മോർട്ടം തന്തമാരാണ്. കാര്യം ഇവർക്കറിയാം ഈ പഴയ തന്തമാരെ പോലെ പെരുമാറിയ പോലെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നശിപ്പിക്കാൻ പറ്റുമെന്ന് അറിയുന്നവരാണ്. കാര്യം അവരെന്ന് വെച്ചാൽ അവർ ഈ ഡിഫറൻസ് എല്ലാം മായ്ച്ചു കളയും. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ഇവരെ തോളത്ത് കൈയിട്ട് ഇവരുടെ കൂടെ സൗഹൃദം നടിച്ചുകൊണ്ട് ആ സ്പേസ് പോലും കോളനീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരമാണ് ഈ പുതിയ തന്തമാരുടെ. ഇതാണ് ഒരു പോസ്റ്റ്മോർട്ടം തന്നമാർന്ന് പല ആൾക്കാർ ഈ സ്പേസ് പോലും ചെറുപ്പക്കാർ അങ്ങനെ അവർക്ക് വീട്ടിനകത്തോ ഓഫീസിൻ്റെ അകത്തോ സർവകലാശാലകത്ത് കാണാൻ പറ്റുന്ന കാര്യം ഈ ചെറുപ്പക്കാരെ തോളത്ത് കൈയിട്ട അധ്യാപകർ എന്തിനു കൈയിട്ട് എനിക്ക് മനസ്സിലാവണില്ല. സത്യം പറയാലോ, അതൊരു ഇതിനകത്തൊരു വലിയ തോതിലൊരു കാപട്യമുണ്ട്. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് മായ്ച്ചു കളയല്ല, ആ സ്പേസും കൂടി കോളനീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്പേസും കൂടി കോളനീകരിച്ചുകൊണ്ട് അവരുടെയും കൂടി ഒരു ഊർജ്ജത്തെ തങ്ങളിലേക്ക് മാറ്റുന്ന ഒരു നെഗറ്റീവ് കാര്യം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്ന കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യം ആ ഒരു തമ്മിലുള്ളൊരു അന്തരം വളരെ പോസിറ്റീവായിരുന്നു. ഇന്ന് ആ അന്തരം പോലും ഇല്ലാതൊക്കെ ആ സ്പേസും കൂടി കോളനീകരിച്ച് ആ സ്പേസിനും കൂടി കയറി ഈ പറഞ്ഞ 40 വയസ്സിന് മേലുള്ള തലമുറ, പ്രത്യേകിച്ച് 50 വയസ്സ് മേലുള്ള, ഇപ്പോൾ എനിക്ക് 51 വയസ്സ്, ആ 50 വയസ്സ് മേലുള്ള തലമുറകളെല്ലാം ചെയ്യുന്ന ഈ ക്ഷുദ്രമായ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയിലാണ് ഇത് മുഴുവൻ വിധേയമാക്കി ഇതിനെ കീഴടക്കി പട്ടേലർമാരെ പോലെ അവിടെയൊക്കെ വിരാജിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് ഉണ്ട്, നിങ്ങളുടെ ഭാവത്വം പറയൂ, നിങ്ങളായി സംവദിക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. അതല്ല അതും കൂടി പോയി കോളനിക്ക് ഇത് കോളനീകരിക്കാൻ മാത്രമല്ല നമ്മുടെ പല ബുദ്ധിജീവികളും നമ്മുടെ സ്മാർട്ട് ബുദ്ധിജീവികളും കാണുന്ന കാര്യം, ഈ പുതിയ കാര്യം പറയുന്നത് ജൻസിയെക്കുറിച്ച് ലേഖനമായിട്ട് പറയും. ഞാൻ 1984 പറഞ്ഞ പോലെ നിങ്ങൾ കാണാം, ഇവരെഴുതുന്ന ലേഖനത്തിൽ കാണാതൊക്കെ
എഴുതുന്ന ഇതുണ്ട് പറയും. ഞാൻ 1988 എഴുതിയ ഈ ലേഖനത്തിലാണ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് 88 ആൾക്കാർ കാണാൻ പറ്റുമോ? അത്രയൊക്കെ ഇയാളെന്ത്. അപ്പോൾ ഇതുപോലുള്ള കോളനീകരിക്കാനുള്ള മനസ്സുമായി നടക്കുന്ന, വ്യഗ്രമായി നടക്കുന്ന മനസ്സുള്ള കേരളത്തിലെ ഈ ക്ഷുദ്രജീവികളായിട്ടുള്ള ഈ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ എല്ലാ മേഖലകളും കോളനീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാവുകത്താണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ ഭാവുകത്ത് നിന്ന് അവരെന്ത് ചെയ്തു? പുതിയ തലമുറ വിട പറയുക, നിങ്ങളുടെ വഴിക്ക് നോക്കിക്കോ. അവർ ആ പാരമ്പര്യ വിച്ഛേദൻ്റെ ആവശ്യം അവർക്കില്ല. നിങ്ങൾ ആ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ വന്നവിടെ അവർ തിരിച്ചെനിക്ക് തോന്നുന്നു ഈ തോളത്ത് കയറ്റി നടക്കുന്ന അധ്യാപകനോട് വളരെ സഹിഷ്ണുതപൂർവ്വമാണ് പുതിയ തലമുറ. ഞങ്ങൾ നിങ്ങളുടെ തോളത്ത് കയറ്റ, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന അർത്ഥത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്പേസുകൾ ഇല്ലാതാക്കുന്ന ഈ പോസ്റ്റ് മോഡേൺ തന്തന്മാരുടെ ജീവിത ശൈലികളിൽ സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിൽ പോലും അന്യവൽക്കരിക്കപ്പെട്ട തലമുറയാണ്. അങ്ങനെ തലമുറ ഒരു വിഭാഗത്തിന് സ്വാഭാവികമായിട്ടും അവർ ആശ്രയം നേടുന്നത് ഒരുപക്ഷെ കൂടുതൽ ലഹരികളിലേക്കായിരിക്കാം. അവരെ സംബന്ധിച്ചോളം കൂടുതൽ ആശങ്കാർ വീട്ടിനകത്ത് പോലും ഈ സൗഹൃദം അടിച്ചുകൊണ്ട് എല്ലാ സ്പേസും ഓക്കുപൈ എനിക്ക് തോന്നുന്നത് എൻ്റെ ആവശ്യമിന് ഈ സൗഹൃദത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ശത്രുതയായിരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അടിച്ചമർത്തുക, ഒരാളുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും അടിച്ചവൻ ഞെക്കിക്കില്ല എന്നുള്ളതല്ല. പക്ഷേ അതിനെപ്പോലും വളരാനുള്ളൊരു സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛകളും സ്വന്തമായ അതുപോലും നിഷേധിക്കുന്ന തരത്തിലേക്കാണ് ഈ പോസ്റ്റ് മോഡേൺ നമ്മുടെ ഒരു തലമുറ ചെന്ന്. എൻ്റെ തലമുറയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ ഇത് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറയേക്കാൾ മുമ്പുള്ളവരൊക്കെ എത്രയോ ഭേദമായും സത്യം എനിക്ക് തോന്നാറുണ്ട്. സത്യം പറയാലോ, ഞാനിത് വെറുതെ പറയല്ല. അപ്പോൾ കുറച്ച് പഴയ ഇപ്പം എൻ്റെ കാലത്തുള്ള അധ്യാപകർ എൻ്റെ തലമുറ അധ്യാപകരെക്കാൾ എത്രയോ ഭേദം എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അവരൊരു വേറെ തരത്തിൽ എന്തോ ഒരു അകൽച്ച നിലനിർത്തിയിരുന്നത്. ആ അകൽച്ചയ്ക്കകത്ത് ഏതൊക്കെയോ തരം സ്പേസ് തരികയും നമുക്ക് തല്ലുകൂടാനും പുതിയ ആലോചനകൾക്ക് സാധിക്കുന്നൊക്കെ നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായിരുന്നപ്പോൾ ആർ വിശ്വനാഥനെ പോലുള്ള പ്രഗത്ഭര അധ്യാപകർ പല ആൾക്കാരും, ആർ വിശ്വനാഥനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ രാവിലെ ക്ലാസ്സിലിരുന്നിട്ട്, അത് അദ്ദേഹത്തിന് പ്രത്യേകം, ഞാൻ രാവിലെ ക്ലാസ്സിലിരുന്നിട്ട് പുറത്തിറങ്ങി ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ കണ്ടപ്പോൾ എന്നോട് ചോദ്യമായ രസാ, രാവിലെ ക്ലാസ്സിരുന്നാ ഇപ്പോൾ ഇൻഎക്സ്പ്രസിലാണല്ലേ ഇത്. അത് പക്ഷേ കക്ഷിയുടെ പ്രത്യേകത ആയിരിക്കും എന്തായാലും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഒരു വിയോജനത്തിൻ്റെ സ്പേസ്, എതിർക്കാനുള്ള സ്പേസ് നമ്മൾ എതിർക്കും. ഇതല്ല, ഇതെല്ലാം ഒരു കോളനീകരിക്കുക. ഞാൻ ആ വാക്ക് തന്നെ ഏറ്റവും കോളനീകരിക്കുന്ന ഒരു മനോഭാവമായിട്ട് നടക്കുന്ന ഒരു ക്ഷുദ്രശക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ തലമുറയ്ക്ക് ഏറ്റവും ആപത്ത്. അതുകൊണ്ട് അവർ ശരിക്കും പോരാടുന്നത് ഈ തൊട്ടും മഴവുമുള്ള തലമുറയല്ല, ഈ തൊട്ടുമുള്ള എന്നെപ്പോലെ തലമുറയോടാണ് ഇവർ ഏറ്റവും എതിർക്കുന്നത്. ഈ ക്ഷുദ്ര സംസ്കാരത്തെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലിറ്റററി ഫെസ്റ്റിവൽ, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ, നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ തന്നെ ഇവർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളാണ്. ആ കാരണം നമ്മളാണ്. കാര്യം അവരുടെ ഭാഗമായി നമ്മൾ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർക്കില്ല സ്പേസ് ഇല്ലാതെ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള എല്ലാ ഘടനകളും ഒരു തരത്തിൽ മുഴുവനായിട്ടും മുമ്പ് നമ്മൾ പാരമ്പര്യം തിരസ്കരിച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ തലമുറ, എൻ്റെ ഉൾപ്പെടെ പുതിയ തലമുറ, ഈ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പുതിയ തലമുറയാണ് തിരസ്കരിക്കുന്നത്. പുതിയ ഭാവത്തിന് സ്പേസ് കൊടുക്കുന്നത്, പുതിയ ഒന്നിനും കൊടുക്കില്ല. ഒരു മിമിക്രി ആർട്ടിസ്റ്റായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും മിമിക്രി നടത്തിക്കൊണ്ടിരിക്കുക പരസ്പരം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഭാവത്തിന് പ്രത്യേകം എനിക്ക് തോന്നുന്നത്. ഈ 60 വയസ്സുള്ള രക്ഷിതാക്കൾക്കൊരു പരാതിയുണ്ട്, മക്കളുമായി ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ്. ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ അതിർവരമ്പുകളും പാരമ്പര്യത്തെയൊക്കെ ലംഘിക്കേണ്ടതാണെങ്കിലും എൻ്റെ മകൻ എന്നെ കേൾക്കുന്നില്ല, എൻ്റെ മകൾ എന്നെ കേൾക്കുന്നില്ല എന്ന ഒരു പരിഭവമുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? അല്ല, നമുക്കിതിൻ്റെ ഒരു കൗൺസിലിംഗ് വശം എനിക്കറിയില്ല. ശരിക്കും കൗൺസിലിംഗ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആർട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന കാര്യം എല്ലാ തലമുറകളിലും ഉണ്ടായിട്ടുള്ളതാണ്. ലോകത്ത് എപ്പോഴൊക്കെ മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ സോക്രട്ടീസിൻ്റെ കാലം മുതൽ തന്നെ കേൾക്കുന്നതാണല്ലോ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തലമുറകൾ തമ്മിലുള്ള ഒരു അന്തരം അത് വളരെ പോസിറ്റീവായിട്ട് കാണും. ഇപ്പോൾ EMS പറഞ്ഞിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതായത് തലമുറകൾ തമ്മിൽ അന്തരമില്ല എന്നാണ് ബൂർഷ്വാ സങ്കല്പമാണ്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് ആലോചിച്ച് വളരെ കൃത്യമാണ്. കാര്യം ആ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും 90 വയസ്സുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഒരു യുവത്വ സ്വാധീനം അദ്ദേഹത്തിന് അസ്വീകാര്യമായിരുന്നു. അവരുടെ അധികാരം. അപ്പോൾ ഇത് വേണുവിനോട് പറഞ്ഞ മറുപടിയാണ് എനിക്ക് തോന്നുന്നു ഇതുള്ളത്. അപ്പോൾ അതിലൊക്കെ തന്നെ എനിക്കത് മറുപടി ശരിയായിട്ട് തോന്നില്ല. കാര്യം തലമുറകൾ തമ്മിലുള്ള അന്തരം വളരെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നു. വളരെ അത് ഒരു വിധത്തിൽ പുതിയ ഊർജ്ജ സംസ്കാരത്തിലേക്ക് പകരുന്നതും പുതിയ കാലഘട്ടങ്ങളും പുതിയ ഭാവനകൾക്ക് ഉദ്ദീപിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ മാർക്സും എംഗൽസിൽ തന്നെ നോക്കുകയാണെങ്കിൽ തലമുറ വ്യത്യാസം അവരിൽ തന്നെയുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും യുവ മാർക്സും ക്യാപിറ്റൽ എഴുതിയ മാർക്സ് എന്നാണ് പറയുക ഇതുള്ളത്. ശരിക്കും യുവ മാർക്സാണ് ഏറ്റവും റാഡിക്കൽ മാർക്സ്. നിങ്ങൾ നോക്കിയാൽ മൂലധനം എന്താ പറയുക, മുതലാളിത്തത്തിന് അപ്പോളജേറ്റും കാണാം. മുതലാളിത്തത്തിന് അപ്പോളജേറ്റ് വേണമെങ്കിൽ മൂലധനത്തെ വായിക്കാം. പക്ഷേ റാഡിക്കൽ മാർക്സ് എന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ അന്യവൽക്കരണം എഴുതിയ മാർക്സാണ്. ഇത് 25-30 വയസ്സിലുള്ള മാർക്സാണ്. അതായത് സിവിൽ വാർ ഇൻ ഫ്രാൻസ് എഴുതുന്നവരുള്ള മാർക്സ്. എംഗൽസും ഇപ്പോൾ സ്ട്രീറ്റിൽ നടന്ന് രാത്രി സ്ട്രീറ്റ് അന്നത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ മറ്റേ വിളക്കാണ്. ഇത് ഇപ്പോൾ എന്താ പറയുക, ട്രിസ്റ്റമണ്ടിൻ്റെ എംഗൽസിൻ്റെ ബയോഗ്രഫി ഉണ്ട്. അത് അടിച്ച് പൊട്ടിച്ച് കളയുന്ന ഭയങ്കര കാൽപ്പനികരായിട്ടുള്ള ഒരു മാർക്സ് ഉണ്ട്.
നമ്മളത് ശരിക്കും മാർക്സിൻ്റെ ഹിസ്റ്ററി തന്നെ നോക്കിയാണ്. ഇപ്പോൾ ലൂയി അൾത്തൂസറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസ്ഥാപികനാണ് മാർക്സിസ്റ്റ് ചിന്തകൻ. ഈ അവസാന കാലത്തുള്ള സ്റ്റാലിനിസ്റ്റ് മാർക്സിനെയാണ് ഈ അൾത്തൂസർ കേരളത്തിൽ ലോക മാർക്സിസ്റ്റുകളും വലിയ കാര്യമായിട്ട് അംഗീകരിക്കുന്നത്. പക്ഷേ റാഡിക്കലായിട്ട് ഹ്യൂമനിസ്റ്റ് മാർക്സ് ഉണ്ട്. ഇപ്പോൾ റയ ഡോനോവസ്കിയൊക്കെ കൊണ്ടുവരുന്ന മാർക്സ്, അങ്ങനെ മാർക്സാണ് ഏത് സിവിൽ വാർ വരെയുള്ള മാർക്സ്. അപ്പോൾ ഇവർ തന്നെ യുവ മാർക്സും ക്യാപിറ്റൽ എഴുതിയ മാർക്സാണ്. വൃദ്ധൻ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അപ്പോൾ മാർക്സ് തന്നെ കാണുന്ന ഈ റാഡിക്കൽ ഒരു എലമെൻ്റ് ഉണ്ട്. ആ റാഡിക്കൽ എലമെൻറ്റ് ക്യാപിറ്റൽ എഴുതുമ്പോഴേക്കും മാർക്സിൽ ജീവിതാനുഭവങ്ങൾ കൊണ്ടൊക്കെ മാർക്സ് ഒരുപക്ഷെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. വേറെ നോക്കിയാണ് ക്യാപിറ്റലിസ്റ്റിനുള്ള ഒരു അപ്പോളജി ആയിട്ട് മാർക്സ് ഒരു 3 വോളം എഴുതി എന്നല്ലാതെ ഇതിൻ്റെ അകത്ത്. പക്ഷേ റാഡിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, ഈ റാഡിക്കൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഈ പുതിയ തലമുറകൾ ഏത് കാലത്തെയും പുതിയ തലമുറകൾക്ക് ഉണ്ടെന്ന് അംഗീകരിക്കാൻ ഇത്ര വലിയ വിഷമമൊന്നും വേണ്ട. ആ അന്തരം ഉണ്ടാവും. മനസ്സിലാവാതിരിക്കുന്നത് ഒരു വർഷം വളരെ ഒരു മാറ്റത്തിൻ്റെ ഘടകങ്ങളാണ്. മനസ്സിലാക്കുന്നതിലും അധികാരം സ്ഥാപിക്കുന്നുണ്ട്. പരസ്പരം എന്താ പറയുക, നമുക്ക് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ചില ധാരണകൾ എത്തുന്നതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും സ്വീകാര്യം. ചില ധാരണകൾ എൻ്റെ രാഷ്ട്രീയ വിശ്വാസം, എൻ്റെ ബോധം. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം വെനിസ്വേലയിൽ നടന്ന ട്രംപിൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ മകനും തമ്മിൽ നടന്ന ഒരു ചെറിയ സംഭാഷണം. അപ്പോൾ എൻ്റെ മകൻ ന്യൂആൽസിൽ സെക്കൻഡ് ഇയർ, അതായത് ഫോർത്ത് സെമസ്റ്റർ LLBക്ക് പഠിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ ഡെമോക്രസി ഉട്ടോപ്പിയ എന്ന് അദ്ദേഹം പറയും. ശരിയായിരിക്കാം. കാര്യം ഈ ട്രംപിനെ നേരിടാനായിട്ട് ഒരു ഫോഴ്സ് തന്നെ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ ഒക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വേച്ഛാധിപതികളായിട്ടൊരു രാഷ്ട്രാധിപർ. പക്ഷേ ഇങ്ങേരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞത് ട്രംപിനെ പോലെ പൊളിറ്റിക്കൽ ഫോഴ്സ് നേരിടാൻ പൊളിറ്റിക്കൽ ഫോഴ്സ് കൊണ്ട് തന്നെ പറ്റുള്ളൂ, അല്ലാതെ ഈ ഡെമോക്രസി ഉട്ടോപ്പിയ ആശയം കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അതെനിക്ക് ഉൾക്കൊള്ളാനാവില്ല, അത് പുതിയൊരു ആശയമായിട്ട് ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷേ അത് അയാളായിക്കോട്ടെ. അതിനൊരു ധാരണ ഞങ്ങളുണ്ടാക്കി. ഇങ്ങനെയൊക്കെ എൻ്റെ ധാരണ ഇതാണ്, നിൻ്റെ ധാരണ ഇതാണ്. അല്ലാതെ അത് മനസ്സിലാക്കി അതിലേക്ക് മാറാനോ എന്നതിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാനോ എനിക്ക് ഉദ്ദേശം എന്തായാലും എനിക്കില്ല. ഇനി ചോദ്യങ്ങളാവാൻ തോന്നുന്നു. യോജിക്കുമ്പോഴും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് NMN വിജയമാഷാണ്. ഏത് വിഷയത്തിനും അങ്ങനെ ഒരു തലം ഉണ്ടാവും. ചോദ്യങ്ങളാവാം. സർ, ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ചിന്തകളും ഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ടായത് പാകമായ മനസ്സുകളിൽ നിന്നാണ്, ജൻസികളിൽ നിന്നല്ല. അപ്പോൾ ഇത് അങ്ങയുടേത് വലിയ അപകടകരമായ ഒരു ചിന്തക്കാണോ തിരികൊളുത്തിയത് എന്ന് സംശയിച്ചുകൂടെ? ഈ പാകമായ മനസ്സ് പ്രായത്തിൻ്റെ സൂചനയായിട്ട് എങ്ങനെയാണ് സാർ മനസ്സിലാക്കിയത്? പാകമായ മനസ്സിലുണ്ട്, പക്ഷേ പാകം പ്രായത്തിൻ്റെ സൂചനയായിട്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ പുതിയൊരു തിയറി ഉണ്ട് കേട്ടോ. ഞാനത് ഇതായിട്ടല്ല. കാര്യം 50 വയസ്സിലാണ് ഒരാൾ യുവാവുന്നത്. പുതിയ കോഗ്നിറ്റീവ് സയൻസ് പറയുന്നത് മനുഷ്യൻ പ്രായമാവുന്ന അച്ഛനെ യുവാവായിരിക്കുന്നത് 50 വയസ്സിലാണ് യുവത്വം എന്നാണ് പുതിയ കോഗ്നിറ്റീവ് സയൻസ് പറഞ്ഞിട്ട് എവിടെ റിപ്പോർട്ട് കണ്ടു. അപ്പോൾ ആ നിലയിൽ പക്ഷേ പാകം എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ പാകത ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ 100-100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ 100 വയസ്സ് വരെ ഏറ്റവും പാകത. കാര്യം ഈ ജീവിതാനുഭവങ്ങളും എല്ലാം വായിച്ച് കക്ഷിക്ക് നല്ല അങ്ങനെയുള്ള ആൾക്കൊരു കോഗ്നിറ്റീവായിട്ട് സപ്പോർട്ട് കൊടുത്താൽ ഏറ്റവും പാകമായിട്ട് ആദർശം പറയാൻ നമുക്കത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതെനിക്ക് തോന്നില്ല. പാകം എന്നുള്ളതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ലോകത്തെ എല്ലാ പ്രമുഖരും എല്ലാ ചിന്തകരും അവരുടെ ജീവിതത്തിലെ പാകം എന്ന് പറഞ്ഞാൽ ഇത് ഒരു 60 വയസ്സൊന്നും നല്ല പാകമായിട്ടില്ല. അവർ പല ആൾക്കാരും 10-30 വയസ്സിന് തന്നെ മരിച്ചുപോയി. 30 വയസ്സാകുമ്പോഴേക്ക് തന്നെ പല ലോകത്തെ പല ആൾക്കാരും മരണപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ എന്തായാലും അത് വിശ്വസിക്കും. പക്ഷേ എനിക്കിത് പറയുന്നതിൽ ഇത്തരത്തിലൊരു സ്നേഹം തോന്നുന്നുണ്ട്. കാര്യം എന്തറിയോ, എനിക്കിപ്പോൾ 50 വയസ്സേക്ക് ഞാൻ ഒരൊറ്റ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല. എൻ്റെ ഇറങ്ങാൻ പോണ പുസ്തകം പാകമാണെന്നതിലേക്ക് എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷം ഇല്ലായിക്കില്ല. ജൻസിയായിട്ട് സംവദിക്കുന്ന ആൾക്കാരെ മാഷാണ്, എനിക്ക് കൃത്യമായിട്ട് പേരല്ല ഇപ്പോൾ ഒന്നാണ്. അപ്പോൾ ജൻസിയായിട്ട് സംവദിക്കുന്ന ആൾക്കാരെ പറഞ്ഞത് കോളനിവൽക്കരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മൾ കോളനിവൽക്കരിക്കുക എന്ന് പറയുന്നത് ശരിയായൊരു പ്രയോഗമാണോ? നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അല്ല അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുക? നമ്മൾ അവർ തീരെ ഇടപെടരുത്, നിങ്ങൾ മാറി നിൽക്കണം. ആ ശരിയായ നിലപാടാണ്. നമ്മൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളെന്നാൽ കോളനിവൽക്കരിക്കുന്ന രീതി, ആ രീതിയിലാണോ? അതൊരു ശരിയായ നിലപാടാണ്. അതായത് കമ്മ്യൂണിക്കേഷനും കോളനിയും ഒരു റൂട്ട് നിലയിൽ ഉണ്ടാകുന്നത് വാക്കുകളാണെങ്കിൽ.
കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കോമൺസ് എന്നാണ്. ഈ കോമൺ ഗ്രൗണ്ട് ഞാൻ പറയാം, ധാരണ കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കാം. കോളനി ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല പോകുന്നത്. ആ സ്പേസൊക്കെ തന്നെ നമ്മുടെ സ്പേസാക്കി മാറ്റുന്നൊരു സംവിധാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഇതൊക്കെ തന്നെ നമ്മുടെ ഐഡിയയ്ക്ക് മാറ്റുക. ഈ ഐഡിയയൊക്കെ തന്നെ നമ്മളെ ഞങ്ങൾ ചോദിക്കും, ഞാൻ നേരത്തെ അനുബന്ധം ചോദിച്ചു വരും. നമ്മൾ ലിറ്ററേച്ചർ എടുക്കുക, നമ്മുടെ സിനിമ എടുക്കുക. സിനിമയിൽ കുറേ പുതിയ തലമുറക്കാർ വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. നമ്മുടെ ഏത് കൾച്ചറൽ സ്പീഡാണ്, പൊളിറ്റിക്കൽ സ്പേസ് ആണെങ്കിലും എവിടെയാണ് നിങ്ങൾ അതിൻ്റെ അകത്തൊരു ഈ എക്സ്പ്രഷൻ കാണുന്നത്? അതൊക്കെ ഇതിൻ്റെ പുറത്ത് ഒരു ഞാൻ പറഞ്ഞ നിയതമായ ഘടനകൾ എന്ന് പറഞ്ഞു. നിയതമായ ഘടനകളുടെ അനുകരണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ അനുകരിക്കാൻ പഠിപ്പിക്കും, മിമിക്രി നടത്താൻ പഠിപ്പിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവരുടെ സ്പേസ് എവിടെയുണ്ട്? നമ്മൾ ഇടപെടാതെ അവരുടെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടപെടുന്നുള്ള വാക്ക് തന്നെ ചെറിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഇടപെടൽ ഒരു കേരളത്തിൽ ഒരു 70 മുതലുള്ള വാക്കാണ്. എല്ലാത്തിനും ഇടപെട്ടുകളെ എന്നുള്ളത് എങ്ങനെ ഇടപെടേണ്ട ആവശ്യം എനിക്ക് തോന്നില്ല. കാര്യം ഇടപഴകലും ഇടപെടലും വ്യത്യാസമുണ്ട്. ഇടപഴകാം നമുക്ക് അവരായിട്ടൊരു, അവരല്ല അവരെന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ഒരു അന്യത്വമുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ആരവല്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഉയർത്തിക്കൊണ്ടുവന്ന ജൻസിയാണ്. പക്ഷെ അവരോട് ഇടപഴകാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, നമുക്കതിൻ്റെ ബോധ്യം വരാതിരുന്നത്. അതൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിട്ടില്ല. അങ്ങേയറ്റ അപകടകരമായൊരു സ്ഥിതിയാണ് നിൽക്കുന്നത്. സാമ്പത്തിക ശക്തികൾ എന്താണ്, ഈ ജൻസിക്ക് സാമ്പത്തിക ശക്തികളെ പേടിയില്ല. അവർ കൃത്യമായ നിലപാടായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മൾ കൂടെ അവരോട് ഇടപഴകിയിരുന്നെങ്കിൽ, ഇടപെടുക എന്നല്ല പറഞ്ഞത്, ഇടപഴകിയിരുന്നെങ്കിൽ നമുക്കവരുടെ നിലപാട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളവരെ മാർജിനൈസ് ചെയ്ത് നിർത്തിയാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു. അതെ, നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം വേറൊരു ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു പറയാൻ നിങ്ങളെ ഞാൻ ആ രീതിയിൽ അപ്രോപ്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറയാം. അതായത് ആരവല്ലി സമരത്തിൽ ഒരു ജൻസി പ്രക്ഷോഭം നടന്നു. അത് ഇനി പോയി മനസ്സിലാക്കാൻ നിൽക്കണം നമ്മൾ. കാര്യം അവർ ആ സമയത്ത് അതിനോട് സ്പോണ്ടേനിയസായി റെസ്പോണ്ട് ചെയ്തു. അവർ ആ സമരത്തിൽ മാറ്റം ഉണ്ടാക്കി. ഇനി മനസ്സിലാക്കാൻ നിൽക്കുന്നത് അതിനെ പുറത്ത് ആധിപത്യം ശ്രമിക്കാൻ, നമ്മുടെ ഈ നിലവിലുള്ള ഘടനകൾ അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത്. ആ സമരമുണ്ടായി, സ്പോണ്ടേനിയസായിട്ട് ആ സമൂഹം റെസ്പോണ്ട് ചെയ്തു. ആ സമൂഹം റെസ്പോണ്ട് ചെയ്തു, അതിനൊരു റിസൾട്ട് ഉണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ നിൽക്കുക, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നില്ല. കാര്യം ആ സമരമൊക്കെ സ്പോണ്ടേനിയസ് ആയി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല, ഇത്തരം ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നീതമായ ഘടനകൾ പോയി ഇതിനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നതിനുള്ള അപകടം പറയുന്നത്. അതായിട്ട് ധാരണയാവാം. നമ്മൾ കോൺട്രാക്റ്റിലൊക്കെ എത്തില്ല ഒരു ധാരണ, പരസ്പരം അതിന് പകരം അതിനെ കീഴ്പ്പെടുത്താനും ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അപ്രോപ്രിയേഷനാണ്. ഈ കൊളോണിയലിസം ഒരു അപ്രോപ്രിയേഷനാണോ, റിസോഴ്സും എല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്യലാണല്ലോ. അത്ര അപ്രോപ്രിയേഷൻ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ മുഴുവൻ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഈ അന്തരം അത്ര മോശപ്പെട്ട കാര്യമല്ല. അന്തരമൊക്കെ എല്ലാ സമൂഹത്തും എല്ലാ കാലത്തും അന്തരം തന്നെയാണ് പലപ്പോഴും വൈരുദ്ധ്യാത്മകമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുതരം ഈ മുന്നോട്ട് പോക്കിനും അല്ലെങ്കിൽ വളഞ്ഞു പോകാനും അല്ലെങ്കിൽ നമ്മുടെ കൽപ്പനാരായ മാഷ പ്രിയപ്പെട്ട വാക്കുകളിൽ ഒരു വ്യതിചലനത്തിനൊക്കെ സാധ്യത ഉണ്ടാക്കുന്ന ഈ അന്തരാണ്. ഒരു വ്യതിചലനത്തിനൊക്കെ വേണമെങ്കിൽ വ്യതിചലനമാണല്ലോ, വ്യതിചലനത്തിനും വ്യതിയാനത്തിനൊക്കെ ഒരു വഴിത്തിരിവുണ്ടെങ്കിൽ ഈ അന്തരങ്ങളൊക്കെ നല്ലതായിരിക്കും. അത് ശാസ്ത്രീയമായിട്ട് ശരിയാക്കി തോന്നുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചില ഭൗതിക എന്താ പറയുക ഫിസിക്സൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ഒരുപക്ഷെ ഭൗതികശാസ്ത്രം നോക്കുകയാണെങ്കിലും ഇത്തരം അന്തരങ്ങളൊക്കെ ഗുണകരമായിട്ടുള്ള ഈ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ചേഞ്ചിനും ഗുണകരമായിരിക്കും. അല്ലാതെ ഇതിനൊക്കെ മുഴുവൻ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ നല്ലതായിരിക്കും. ഇതിൻ്റെ അർത്ഥം ഈ സംവാദം എന്ന വാക്ക് നല്ല വാക്കാണ് മലയാളത്തിൽ. പക്ഷേ സംവാദം എന്ന കോളനീകരണമല്ല. ബ്രിട്ടീഷുകാർ നമ്മളെ സംവാദിക്കാൻ വേണ്ടി വന്നാണ് എനിക്ക് തോന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിലാക്കിയത് സംവാദമാണെങ്കിൽ അത് കോളനീകരണമാണ്. പറയുമ്പോൾ നമ്മളായിട്ട് വലിയ ഒരു സംസ്കാരം അവർക്ക് ഉണ്ട് താനും, ഓറിയൻ്റലിസമൊക്കെ. പക്ഷെ അത് പവർ പ്രയോഗിക്കലായിരുന്നു നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സർ, രാഹുൽ ഗാന്ധി ഇന്ത്യയിലൊരു ജൻസി കലാപത്തിന് ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിൽ അതിനെ അടിച്ചമർത്താനുള്ള സാധ്യതയില്ലേ? തിയാനമെൻ സ്ക്വയറിലൊക്കെ നടന്ന രീതിയിൽ അത് അന്നത്തെ വിദ്യാഭ്യാസ പ്രക്ഷോഭമാണെങ്കിലും അതും ഒരു ജൻസി കലാപമായിരുന്നില്ലേ? ഒന്നായി രാഹുൽ ഗാന്ധി ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ലിബറൽ സ്ട്രക്ചറാണെങ്കിലും ഒരു കാരണവശാലും കലാപോന്മുഖമായ രാഷ്ട്രീയം സാധ്യമായിട്ടുള്ള കാര്യമല്ല. അല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം അതിന് കലാപോന്മുഖതയ്ക്ക് അതിൻ്റേതായൊരു സാമൂഹിക ഘടനകളും ഉള്ളടക്കവും വേണം. അത്തരമൊരു ഉള്ളടക്കം രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിനില്ല. രാഹുൽ ഗാന്ധി ഒരു ഉദാര രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ഇപ്പോഴും. രാഹുൽ ഗാന്ധി ഒരിക്കലും സ്വകാര്യ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരല്ല. രാഹുൽ ഗാന്ധി ഒരിക്കലും സ്റ്റേറ്റിനെതിരല്ല. രാഹുൽ ഗാന്ധി ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനെതിരല്ല. രാഹുൽ ഗാന്ധി ഒരിക്കലും നീതമായ ഘടനയ്ക്കെതിരല്ല. ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ റിഫോംസാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായ അട്ടിമറിയെക്കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ വേണ്ടവരില്ല. കാര്യം മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാവോയിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നില്ല, ഭരണഘടന അംഗീകരിക്കുന്നില്ല, സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല, ഒരു കോടതി അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതാണ് കലാപോന്മുഖതയ്ക്കുള്ള സാധ്യത. രാഹുൽ ഗാന്ധിയുടെ ശരിക്കും ലിബറൽ
ശരിക്കും രാഹുൽ ഗാന്ധി ആ ലിബറൽ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ ലിബറൽ ട്രഡീഷനാണ് രാഹുൽ ഗാന്ധി കൊണ്ട്. ആ ലിബറൽ ട്രഡീഷൻ എപ്പോഴും പക്ഷേ അത് ശരി തെറ്റാൻ കാലം ആ ലിബറൽ ട്രഡീഷൻ ഉണ്ടാകുന്ന ചില ഈ സ്റ്റേറ്റിനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അയാൾ അവതരിപ്പിക്കുന്നത്. 2, രാഹുൽ ഗാന്ധി ജൻസി കലാപത്തിന് ഇതാക്കാണ്. ഒന്നിനുള്ള ചെറുപ്പക്കാർ ഒരുപാട് വരും. പക്ഷേ നമ്മൾ കാണുന്ന ജൻസി നേപ്പാളിൽ കണ്ടത് ഒരു നേതൃത്വപരമായിട്ടോ ആസൂത്രിതമായിട്ടുണ്ടായതല്ല. അത് പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സ്വഭാവത്തിൻ്റെ അകത്തുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അത്ര ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, കൃത്യമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയം. അതുകൊണ്ട് ആ ഒരു സാധ്യതയില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ചില പുതിയ സാധ്യതകൾ തുറന്നു വരുന്നുണ്ട്. അത് നിലനിൽക്കുന്ന ഇവിടുത്തെ ഹിന്ദുത്വ സമഗ്രാധിപത്യപര ഘടനയ്ക്കെതിരെയുള്ള ചില പുതിയൊരു പൊളിറ്റിക്സ് ഒരു പോസിബിലിറ്റി തുറന്നു വരുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു പോസിബിലിറ്റി, അതിനപ്പുറം ഒരു ഡെമോക്രസിയുടെ പോസിബിലിറ്റി, ഒരു ജനാധിപത്യത്തിൻ്റെ സാധ്യതയാണ് രാഹുൽ ഗാന്ധി നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. അത്ര തന്നെയുള്ളൂ. അതിപ്പോൾ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ നമ്മുടെ സൊഹ്റാൻ മമദാനിയും അത്രയൊക്കെ തന്നെയുള്ളൂ. രഘുറമാനൊരു വിപ്ലവകാരിയൊന്നുമല്ല, അയാളൊരു ലെനിനിസ്റ്റൊന്നുമല്ല. ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാനോ പുതിയൊരു സ്റ്റേറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സാമൂഹിക സങ്കല്പം കൊണ്ടുവരാനോ ആണ് ഉദ്ദേശിക്കുന്നില്ല. ബേസിക്കലി ഇവരൊക്കെ ഒരുതരം റിഫോമിസ്റ്റുകളാണ്, പരിഷ്കരണവാദികളാണ്. നിലനിൽക്കുന്ന സമൂഹത്തെ വളരെ ഇതായിട്ട് ആ ഘടനകളെ തൊട്ടുകൊണ്ട് പരിഷ്കരിക്കാൻ പറ്റുന്ന എന്തൊക്കെ അത് കാലാകാലങ്ങളെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ആണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ പൊളിറ്റിക്കലായിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ പുതിയ സാമൂഹിക ഘടനയ്ക്കകത്ത് പല വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രാഷ്ട്രീയം സാധ്യമാണോ എന്നുള്ള കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി രാഹുൽ ഗാന്ധി പഴയ കോൺഗ്രസ്സുകാരന് വ്യത്യസ്തമായി നടത്തുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു ട്രഡീഷണൽ കോൺഗ്രസ് മുമ്പിലുണ്ടായിരുന്നതാണ്. ആ മുമ്പുണ്ടായിരുന്ന കാര്യത്തെയും കൂടി കോൺഗ്രസ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് കലാപോന്മുഖതയുടെ ഘടകം അതിൻ്റെ അകത്ത് തീരില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും രാഹുൽ ഗാന്ധി അങ്ങനെ ആഗ്രഹിച്ചാലും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അത് ഇൻകേപ്പബിളാണ്. രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയത്തിനും രാഹുൽ ഗാന്ധിക്കും രാഹുലിൻ്റെ രാഷ്ട്രീയത്തിനും അത് ഇൻകേപ്പബിളാണ്. കാര്യം അങ്ങനത്തെ ഒരു കലാപോന്മുഖത അതിൻ്റെ അകത്തില്ല. ഇത് ഞാൻ കലാപോന്മുഖത പോസിറ്റീവായി കാണുമെങ്കിൽ അതില്ല. അത് ലിബറൽ രാഷ്ട്രീയമാണ്. അത് നിലനിൽക്കുന്ന ഘടനകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പോവുള്ളൂ. അതിനെ മട്ടിമറിക്കാനൊന്നും അതിന് പറ്റില്ല. നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത സെക്ഷൻ സമയമായി. ഈ സെക്ഷന് നന്ദി പറയുന്നത് ശ്രീ മുഹമ്മദ് റാഷിദ് പേരാമ്പ്ര. ബഹുമാന്യരെ, ജൻസിയെ സംബന്ധിച്ചിട്ടുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വിശദമായ ഒരു സംവാദമാണ് ഇവിടെ ഈ ഒരു വിഷയത്തിൽ നടന്നത്. ഡിജിറ്റലി കണക്റ്റഡായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു സംവാദമാണ് ഇവിടെ നടന്നത്. അതിലെ കുറേ വിപുലമായ അർത്ഥത്തിലാണ് ഈ സംവാദം നീണ്ടുപോയത്. കുറച്ച് വിശാലമായ അർത്ഥത്തിൽ അതിനെ സൈക്കോളജിക്കലി സമീപിക്കുന്നതിനപ്പുറത്ത് ജൻസി കാലഘട്ടത്തിലെ പ്രക്ഷോഭങ്ങളിലൂടെയും അതിൻ്റെ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ ചർച്ച കടന്നുപോയത്. ഈ ചർച്ചയ്ക്ക് ഈ ഒരു സംവാദം നയിച്ച ബഹുമാന്യനായ ദാമോദർ പ്രസാദ് സാറിനും അതുപോലെ തന്നെ അനൂപ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു.